സി ജെ പി കേരളത്തിൽ വരണം, ഇന്ത്യയിൽ മുഴുവൻ സി ജെ പി വരണം. എന്നിട്ട് സി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി ഒക്കെ ഒരു നല്ല നയം പറയണം. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം കഴിഞ്ഞ ഇന്ത്യക്ക് ഇത്രയും വളർച്ച മതിയോ എന്ന് ഓരോ രാഷ്ട്രീയ നേതാവും ഓരോ പൗരന്മാരും പൗരബോധമുള്ള ഓരോരുത്തരും ചിന്തിക്കണം. ഏതൊരു കേസിനായാലും, ശബരിമല കേസായാലും, മുല്ലപ്പെരിയാർ കേസായാലും, സ്വർണ്ണക്കടത്ത് കേസായാലും, CMR കേസായാലും, ആയിരക്കണക്കിന് വക്കീൽ ഇവിടെ ഉണ്ടായിട്ടും ഡൽഹിയിൽ നിന്ന് ഗോസായിമാരെ കൊണ്ടുവന്ന് ഈ വക്കീൽ ഇവിടെ വരുമ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവരാണ് പാറ്റക്കുഞ്ഞുങ്ങൾ. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഓരോ നിർമ്മാണങ്ങളും, അത് വിഴിഞ്ഞമായാലും ഷിപ്പ്യാർഡായാലും എയർപോർട്ടായാലും കാണായാലും തോടായാലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടുമ്പോൾ അത് എൻ്റെ അപ്പൻ്റെയാണ്, എൻ്റെ സ്വത്താണെന്ന് എന്ന് നിങ്ങൾക്കൊരു പൗരബോധം വരും. ആ പൗരബോധത്തിൽ നിന്നാണ് രാജ്യസ്നേഹവും നാടും രക്ഷപ്പെടുന്നത്. തമിഴ്നാട്ടിൽ സിനിമാ രാഷ്ട്രീയം MGR അങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. MGR മരിച്ചപ്പോൾ ഞാൻ കണ്ടോണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് ഞാൻ തമിഴ്നാട്ടിലുണ്ട്. ഇലക്ട്രിക് കമ്പിമേലൊക്കെ ആൾക്കാർ പിടിച്ചു ചാവണതും ഒക്കെ ശരിക്കും അവരൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഈ വിജയ് വീണ്ടും ഒരു MGR ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിജയൊക്കെ ഒരിക്കലും ഒരു കളവിലും അഴിമതിയിലും പോയി പെടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. സി ജെ പി കേരളത്തിൽ വരണം, ഇന്ത്യയിൽ മുഴുവൻ സി ജെ പി വരണം. എന്നിട്ട് സി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി ഒക്കെ ഒരു നല്ല നയം പറയണം. എല്ലാ ഇലക്ഷനും ഇവർ കുറേ വാഗ്ദാനങ്ങൾ പറയും അല്ലേ? എന്തെങ്കിലും നടപ്പാക്കാറുണ്ടോ? 78 വർഷം കഴിഞ്ഞ, സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം കഴിഞ്ഞ ഇന്ത്യക്ക് ഇത്രയും വളർച്ച മതിയോ എന്ന് ഓരോ രാഷ്ട്രീയ നേതാവും ഓരോ പൗരന്മാരും പൗരബോധമുള്ള ഓരോരുത്തരും ചിന്തിക്കണം. 78 വർഷമായിട്ട് CAG റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. വിഴിഞ്ഞം പോർട്ട് വന്ന് ഏറ്റവും നല്ല തുറമുഖമാണ്, അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തി അതങ്ങോട്ട് നശിപ്പിക്കുക. എന്ത് വന്നാലും ശരി, ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നായി ഈ നാട് രക്ഷപ്പെടാനല്ലേ വേണ്ടത്. അപ്പോൾ CJP ആയാലും 2020 ആയാലും ആം ആദ്മി ആയാലും ഏത് പാർട്ടി ആയാലും നന്മ പിറക്കിയെടുക്കാൻ പറ്റണം. പച്ചക്കറി ചോറ് തന്നെ പോലെ എല്ലാം നിങ്ങൾ എടുത്ത് വിഴുങ്ങണ്ട. നമുക്കിഷ്ടമുള്ളത് നല്ലത് കഴിക്കുക. ദൈവത്തെ ഓർത്ത് CJPനെ അടിച്ചൊതുക്കരുത്. നമുക്ക് ഗാന്ധിജി മേടിച്ചു തന്നിരിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചും മറ്റു ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെല്ലാം ഡൽഹിയിൽ നശിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അത് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. ഇന്ത്യയുടെ ഹാർമണി, ഇന്ത്യയുടെ ആ താളം, ആ രുചി, സകല ജാതി മനുഷ്യരും ഇവിടെ ഒരുമിച്ച് വാഴുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് കാര്യങ്ങൾ നടത്തുന്നു. അത് BJP അട്ടിമറിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് അട്ടിമറിക്കുന്നു, കോൺഗ്രസ് അട്ടിമറിക്കുന്നു. നിയമത്തെ കാശ് കൊടുത്ത് വളച്ചൊടിച്ചുകൊണ്ട് ഏതൊരു കേസിനായാലും, ശബരിമല കേസായാലും, മുല്ലപ്പെരിയാർ കേസായാലും, സ്വർണ്ണക്കടത്ത് കേസായാലും, CMR കേസായാലും, ആയിരക്കണക്കിന് വക്കീൽ ഇവിടെ ഉണ്ടായിട്ടും ഡൽഹിയിൽ നിന്ന് ഗോസായിമാരെ കൊണ്ടുവന്ന് ഈ വക്കീൽ ഇവിടെ വരുമ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവരാണ് പാറ്റക്കുഞ്ഞുങ്ങൾ. ഈ പാറ്റക്കുഞ്ഞുങ്ങളെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ഞാൻ കേസ് നടത്തുന്ന ആളാണ്, പല കേസ് വരുമ്പോഴും ചില അഭിഭാഷകർ പറയും ഈ ബെഞ്ചിൽ കൊടുക്കണ്ട, മറ്റേ ജഡ്ജി വരട്ടെ എന്ന്. അതെന്താ അവിടെ ഒരു സാധനം? ഈ ജഡ്ജി മാറുമ്പോൾ മറ്റേ ജഡ്ജി വരുമ്പോൾ കൊടുക്കാം. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഡെൻമാർക്കിലെ മണം ഇന്ത്യയിൽ വരാതിരിക്കട്ടെ. CJPയും BJPയും LDFും UDFും എല്ലാവരും നാടിന് വേണ്ടി നിലകൊള്ളാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. CJP TVK അവർ രണ്ടും മാതൃക കാണിക്കുകയാണെങ്കിൽ കേരളത്തിലും എല്ലായിടത്തും തന്നെ വിദ്യാർത്ഥി സംഘടനകൾ നല്ല കുറച്ച് ഒരു 10 പരിപാടിയോ 20 പരിപാടിയോ ആയിട്ടോ കൈക്കൂലി പിടിക്കാൻ, പരിസ്ഥിതി സംരക്ഷിക്കാൻ, ഭക്ഷണത്തിലെ മായം പിടിക്കാൻ, മരുന്നിൻ്റെ കൊള്ള, ആരോഗ്യ മേഖലയിലെ ചൂഷണം, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പുറത്ത് മാലിന്യം എറിയുന്ന, റോഡ് പണിയുമ്പോൾ പാലം പണിയുമ്പോഴൊക്കെ സ്വയം CJPനെ പോലെയുള്ളവരൊക്കെ TVKനെ പോലെയുള്ളവർ അവിടെ സൂപ്പർവൈസ് ചെയ്യുകയും, ഒരു റോഡ് പണിയുമ്പോൾ, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇടുമ്പോൾ, ഒരു കാണ പണിയുമ്പോൾ അത് എൻ്റെ അപ്പൻ്റെയാണ്, നമ്മുടെ പിതാവിൻ്റെയാണ്, നമ്മുടെ നികുതി പണമാണെന്ന് ചോദ്യം ചെയ്യുന്ന ഒരു റോഡ് പണിയുമ്പോൾ നമ്മൾ അതിലെ കൂടി പോയാൽ പോരാ. സമയമുള്ളവർ അവിടെ വണ്ടി നിർത്തണം, കോൺട്രാക്ടറെ വിളിക്കണം, എഞ്ചിനീയറിനെ വിളിക്കണം, ഇത് എത്ര മെറ്റീരിയലാണെന്ന് അറിയണം, ഇതിന് സംഘടനകൾ ഉണ്ടാവണം. ഞങ്ങളൊക്കെ ജനപക്ഷം ഒരിടക്ക്
GCDയുടെ എന്ത് വർക്ക് വന്നാലും ഞങ്ങൾ റൈറ്റ് ഇൻഫർമേഷൻ വെക്കുമായിരുന്നു. എത്ര താർ ഉപയോഗിക്കും, എത്ര മെഷീനറി ഉപയോഗിക്കും, എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കും, ആരാണ് കോൺട്രാക്ടർ, എന്തൊക്കെ മെഷീൻ അവിടെ വരും, എത്ര നാളാണ് ഗ്യാരണ്ടി, എന്നിട്ട് ഞങ്ങളത് വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കലൂർ കടവന്തർ റോഡ് 5 കൊല്ലം മഴ പെയ്തിട്ട് ഒരു കുഴി പോലും വന്നില്ല. അവസാനം അവർ വെള്ള പെയിൻ്റ് അടിച്ചപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞ് ഇത് വെള്ള പെയിൻ്റ് അല്ല, 3mm സ്റ്റൗ പെയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് അടിക്കേണ്ടി വന്നു. ഞങ്ങൾ ഇടപെട്ടില്ലെങ്കിലോ അവർ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഓരോ നിർമ്മാണങ്ങളും, അത് വിഴിഞ്ഞമായാലും ഷിപ്പ്യാർഡായാലും എയർപോർട്ടായാലും കാണായാലും തോടായാലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടുമ്പോൾ അത് എൻ്റെ അപ്പൻ്റെയാണ്, എൻ്റെ സ്വത്താണെന്ന് എന്ന് നിങ്ങൾക്കൊരു പൗരബോധം വരും. ആ പൗരബോധത്തിൽ നിന്നാണ് രാജ്യസ്നേഹവും നാടും രക്ഷപ്പെടുന്നത്. ഓരോ വിദ്യാർത്ഥികളും ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇടുമ്പോൾ, ഒരു KSRTC റോഡിൽ കേടാവുമ്പോൾ, ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും നഷ്ടമാണെന്ന് എന്ത് നിങ്ങൾക്ക് ചിന്ത വരും, അന്ന് ഈ നാട് രക്ഷപ്പെടും. CJP കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തെ പിള്ളേർ ഒറ്റക്കെട്ടായി ഒരു നിയമവ്യവസ്ഥിതി, ഒരു നല്ല ബൈലോ കൊണ്ടുതന്നെ, ആദ്യം ഒരു സ്ട്രോങ് ബൈലോ, അതിൻ്റെ മുകളിൽ ഒരാളും പോരുത്. രാഷ്ട്രീയക്കാരിപ്പോൾ നിയമത്തിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് അവന്മാർ ഈ കളി കളിച്ച് മന്ത്രി രാജാവായി നമ്മളെ അടിമകളാക്കണം. ഒരിക്കലും അടിമത്തം അനുവദിക്കരുത്. CJP എല്ലായിടത്തും പടർന്നു പന്തലിക്കണം. കഴിവുള്ളവർ, വിവരമുള്ളവർ, നല്ല തെളിവുള്ള നല്ല ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് CJP നല്ലൊരു ബൈലോ പ്രസിഡന്റിന് മുമ്പിലും പ്രൈം മിനിസ്റ്ററിന് മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും നിങ്ങൾക്ക് വെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.